ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് രണ്ട് ഗ്യാങ്ങുകൾ തമ്മിൽ ഒരു ക്രിക്കറ്റ് കളിക്കിടയിൽ അടിയുണ്ടായി. ആ അടിയിൽ ഒരാൾ പെട്ടെന്നൊന്ന് നെഞ്ചത്ത് നിന്ന് ഇടിച്ചതേ ഓർമ്മയുള്ളൂ. ആരോഗ്യവാനായ കുട്ടി പെട്ടെന്ന് അങ്ങ് നിലത്ത് വീണു, കൊളാപ്സായി വീണു. അത്ര സ്ട്രോങ് ലെവലിൻ്റെ ഇടിയൊന്നല്ലായിട്ടും എങ്ങനെ ഇത് സംഭവിച്ചു? ഇതുപോലൊക്കെ പന്ത് തട്ടിയിട്ടും മറ്റെന്തെങ്കിലും ശരീരത്തിൽ ശക്തമായിട്ട് എന്തെങ്കിലുമൊക്കെ നെഞ്ചത്തിടിച്ചിട്ടും സംഭവിക്കുന്ന ഒരുപാട് കേസുകൾ പല സ്ഥലത്തും കാണാറുണ്ട്. കൊമോഷ്യോ കോഡിസ് സഡൻ ഇമ്പാക്റ്റ് ഡെത്ത് എന്ന് പറയുന്നൊരവസ്ഥയാണിത്. നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം പെട്ടെന്ന് നിശ്ചലമായി പോകുന്ന ഒരവസ്ഥ, കൊമോഷ്യോ കോഡിസ്. അപ്പോൾ പെട്ടെന്ന് ഒരാൾ നമ്മുടെ നെഞ്ചത്ത് വന്ന് ഇടിച്ചു, ശക്തമായിട്ടുള്ള, അല്ലെങ്കിൽ ക്രിക്കറ്റ് ബോൾ കൊണ്ട് ഇടി കിട്ടി, മറ്റെന്തെങ്കിലും ഫുട്ബോൾ കൊണ്ട് ഇടി കിട്ടി, നെഞ്ചത്ത് പെട്ടെന്ന് ശക്തമായൊരു സമ്മർദ്ദം. നമ്മുടെ ഹൃദയത്തിൻ്റെ ആ ഒരു സൈക്കിളിൽ ഇതിങ്ങനെ മിടിപ്പ് വന്നും താഴ്ന്നും ഒന്നും കിടക്കുന്ന സൈക്കിളിൻ്റെ ഒരു സ്പെസിഫിക് മൊമെൻറ്റിൽ ഇത് സംഭവിക്കുകയാണ്. അപ്പം ഉണ്ടാകുന്നൊരു ഇമ്പാക്റ്റ് പെട്ടെന്ന് തന്നെ വെൻട്രിക്കുലാർ ഫിബ്രിലേഷൻ എന്ന് പറയുന്ന ഹൃദയമിടിപ്പിൻ്റെ മൊത്തത്തിൽ അങ്ങോട്ട് താളം തെറ്റുന്നൊരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നൊരു സാഹചര്യമാണിത്. നമ്മുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ 24/7 ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നൊരു ഘടികാരം പോലെയാണ്. ശരിയായ സമയത്താണ് അതിനൊരു ഇടി കിട്ടുന്നെങ്കിൽ അത് പൂർണ്ണമായും തകർന്നു പോകും. എപ്പോഴൊക്കെയാണ് ഈ ഒരു അവസ്ഥ ട്രിഗർ ചെയ്യപ്പെടുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെഞ്ചത്ത് ശക്തമായിട്ടുള്ള അടിയേൽക്കുമ്പം ടി വേവ് എന്ന് പറയും. അതായത് ഹൃദയത്തിൻ്റെ ഓരോ സൈക്കിളിൽ ഓരോ മാറ്റങ്ങൾ വരും. ഈ ടി വേവിന് മുമ്പ് വരുന്ന ഒരു അപകടകരമായൊരു സമയത്താണ് ഈ പതിയുന്നെങ്കിലാണ് ഇത്തരം അവസ്ഥ കൂടുതൽ കാണുക. ഹൃദയത്തിന് മുമ്പ് രോഗമൊന്നും ഇല്ലെങ്കിലും ഇത് സംഭവിക്കാം. ആർക്കാണ് ഈ റിസ്ക് കൂടുതലുള്ളത്? പ്രത്യേകിച്ച് കളിക്കുന്ന കുട്ടികൾക്കും യുവാക്കൾക്കുമാണ്. നെഞ്ച് മൃദുവായ ആൾക്കാരിൽ, സ്പോർട്സ് കളിക്കുന്നവർക്കൊക്കെ റിസ്ക് കൂടുതലാണ്. എന്താണ് സംഭവിക്കുക? പെട്ടെന്ന് വീഴുക, പൾസ് ഫീൽ ചെയ്യാത്തൊരവസ്ഥ, വെൻട്രിക്കുലാർ ഫിബ്രിലേഷൻ എന്ന് പറയുന്നൊരവസ്ഥ, ഹൃദയത്തിൻ്റെ വെൻട്രിക്കിളിൻ്റെ പ്രവർത്തനങ്ങൾ, ഇടിപ്പുകൾ താളം തെറ്റിപ്പോകുന്നൊരവസ്ഥ, അതിലൂടെ ഹൃദയം നിശ്ചലമാവുന്നൊരവസ്ഥ. ജീവൻ രക്ഷപ്പെടുത്താൻ എന്ത് ചെയ്യണം? ഉടൻ തന്നെ CPR കൊടുക്കണം. മിനിറ്റുകൾക്കുള്ളിൽ AED, ഫിബ്രിലേഷൻ, AED ഷോക്ക് കൊടുക്കണം. ആ ഒരു എത്ര നിമിഷത്തിലാണോ ഇതിൻ്റെ ഒരു കെയർ കൊടുക്കുന്നത് അതിനനുസരിച്ചാണ് അവരുടെ ജീവൻ രക്ഷപ്പെടുന്നത്. തീർച്ചയായിട്ടും ഇവിടെ അടിയുടെ ശക്തിയല്ല, മറിച്ച് സമയമാണ് പ്രധാന കാരണം. എങ്ങനെ തടയാം? തീർച്ചയായിട്ടും സ്പോർട്സിൽ ചെസ്റ്റ് ഗാർഡ് ഉപയോഗിക്കാം. കളിക്കുന്ന സ്ഥലത്ത് ഒരു AED ഷോക്ക് കൊടുക്കുന്ന ഡീഫിബ്രിലേറ്റർ ഉണ്ടാവണം. CPR പരിശീലനം കൊടുത്ത ആൾക്കാർ അവിടെ നിർബന്ധമായിട്ടുണ്ടാവണം. 1 സെക്കൻഡ്, ഒരു അടി, ഒരു ജീവൻ. വേഗം പ്രവർത്തിച്ചാൽ ജീവൻ രക്ഷപ്പെടുത്താം.